ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നിപ്പോ 12 ദിവസങ്ങളാവുന്നു. 22-ാം തീയതിയാണ് അറ്റാക്ക് നടന്നത്. 24-ാം തീയതിയാണ് ബീഹാറിലെ മധുബനിയിൽ വെച്ച് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ തിരഞ്ഞുപിടിച്ചവരെ ആക്രമിക്കും എന്ന് പറയുന്നത്. കോൺഗ്രസിനിടെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒരു സ്ട്രാറ്റജിയില്ലേ, നമുക്ക് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞത് ഈ സർക്കാരിന്റെ നീക്കത്തിനോടൊപ്പമാണ് എന്ന് തന്നെയാണ്. ഒരുപാട് കൂടിയാലോചനകൾ നടക്കുന്നു, ഒരുപാട് ആയുധ കൈമാറ്റം നടക്കുന്നു. പഴുതടച്ച പ്രതിരോധത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? പഴുതടച്ച ഒരു അറ്റാക്കിലേക്കാണ് നമ്മൾ നിശ്ചയമായും പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ ആ യുദ്ധത്തിന് കൃത്യമായൊരു റീസൺ ഉണ്ടാകണം. 26 പേരെ കൊന്നൊരു ഭീകരാക്രമണം ഒരു യുദ്ധത്തിനുള്ള ആഡിക്വേറ്റ് റീസൺ അല്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2001 ഇന്ത്യയുടെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലേ? അന്ന് ഏതാണ്ട് 100 കിലോഗ്രാം RDXുമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു കയറിയത്. അന്ന് ആ RDX പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാവില്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാവില്ല. നോക്കുമെന്ന് ആലോചിക്കണേ, പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ രക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ എൻറ്റയർ ക്യാബിനറ്റ് പാർലമെൻറ്റിലുണ്ട്, എൻറ്റയർ പ്രതിപക്ഷം പാർലമെൻറ്റിലുണ്ട്. അങ്ങനെ ഒരു സമയത്ത് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെടുകയും പാർലമെൻറ്റ് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ പുറത്ത് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റ് 3 സേനാമേധാവികളും മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു 2001 ആ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ. എന്നിട്ടുകൂടിയും നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ലല്ലോ. 2006 ഇന്ത്യൻ റെയിൽവേയുടെ മഹാരാഷ്ട്രയിലെ സബർബൻ റെയിൽവേകളിൽ ഏതാണ്ട് 6ഓളം തീവണ്ടികളിലല്ലേ പ്രഷർ കുക്കറിൽ ബോംബ് 100ഓളം പേരാ മരിച്ചത്. മുംബൈയിലെ തീവണ്ടികൾ 11 മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെട്ടു. 11 മിനിറ്റിനെടുത്ത സ്ഫോടനങ്ങളെല്ലാം സംഭവിച്ചത്. നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല, ഒരു യുദ്ധം പിന്നെ പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 2008 10ഓളം ആളുകൾ കടൽ കടന്ന് വന്നിട്ട് അജ്മൽ കസബിനെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രോക്സി വാറല്ലേ നടത്തിയത്. നേരെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ, നരിമാൻ പോയിന്റ്, ഗേറ്റ് വേ ഓഫ് താജ്, പിന്നെ ഒബ്രോയ് ട്രൈഡന്റ്, അതുപോലെ തന്നെ വിക്ടോറിയ ടെർമിനസ്, ഈ 4 സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എത്ര പേരാ മരിച്ചത്? 176ഓളം പേരാ മരിച്ചത്. ഞാൻ ആ മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. 3 ദിവസമാണ് ആ അറ്റാക്ക് നീണ്ടു നിന്നത്. എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു യുദ്ധത്തിൻ്റെ റീസൺ അല്ല. അതേസമയം ഇന്ത്യയുടെ സൈന്യം എപ്പോഴാണ് ഒരു യുദ്ധത്തിന് തയ്യാറായത്? പാകിസ്ഥാനുമായി അടുത്ത കാലത്ത് 1999 അന്ന് എന്താ സംഭവിച്ചത്? പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന കാർഗിൽ കടന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുകയും ഇന്ത്യൻ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന അത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യയുടെ ഔദ്യോഗിക സേന തിരിച്ചടിക്കും. അങ്ങനെയാണ് 2 രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാകുക. ഇപ്പോൾ ഈ 26 വിലപ്പെട്ട ജീവനുകൾ തന്നെയാണ്. പക്ഷേ ആ 26 പേരുടെ കൊലപാതകം, ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു ആഡിക്വേറ്റ് റീസൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടുമാണ് നീങ്ങുന്നത്. 2 പ്രധാനപ്പെട്ട മെഷേഴ്സ് ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് ഡിപ്ലോമാറ്റിക് മെഷറാണ് അല്ലേ? നമ്മൾ ഈ പാകിസ്ഥാന്റെ മിലിറ്ററി അറ്റാഷേഴ്സിനെ മുഴുവൻ തിരിച്ചയച്ചു. അതുപോലെ തന്നെ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചു. നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ആളുകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഫോറത്തിൽ നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗറ്റ്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്നാണ്. വി ആർ വിത്ത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു പിന്തുണ പോലും നമുക്ക് അന്താരാഷ്ട്രീയമായിട്ട് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഇവിടെ നിൽക്കുന്ന ദിവസമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രവുമല്ല, പാകിസ്ഥാനോടുള്ള അവരുടെ നിലപാട് മാറിയിട്ടുണ്ട്, അമേരിക്കയുടെ നിലപാട് മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരു ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, വി ആർ വിത്ത് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്താരാഷ്ട്രമായൊരു പിന്തുണയും സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെഷർ എന്താ? ഇക്കണോമിക് മെഷറാണ്. എന്തൊക്കെ നമ്മൾ ചെയ്തു? നമ്മൾ വാഗ അതിർത്തി അടച്ചു, മിക്കവാറുമുള്ള ട്രേഡ് എല്ലാം നിർത്തിവെച്ചു, ഇൻഡസ്ട്രീറ്റി അങ്ങ് അടച്ചില്ലേ, ഇൻഡസ്ട്രീറ്റി വേണ്ടാന്ന് വെച്ചില്ലേ. ഇൻഡസ്ട്രീറ്റി വേണ്ടാന്ന് വെക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? ചെനാബ് നദിയിലെ ഷട്ടർ അടച്ചു അല്ലേ? ജലം നദിയിലെ ഷട്ടർ അടയ്ക്കാൻ പോകുന്നു. ആ രീതിയിൽ നമ്മൾ ഇക്കണോമിക് മെഷേഴ്സ് എടുക്കുന്നു. എന്ന് മാത്രമല്ല, IMF പോയി ഇന്ത്യ പറഞ്ഞ എന്താണ്? പാകിസ്ഥാന് കടം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റജിക്കലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും പാകിസ്ഥാൻ വലിയ പാനിക്കിലല്ലേ? എന്തുകൊണ്ടാണ് പാനിക്കായിരിക്കും? നമ്മളിപ്പോൾ ഓരോ ദിവസത്തെയും ഓരോ നേതാക്കളുടെയും, അവരുടെ രാഷ്ട്രീയ നേതാക്കളല്ല കേട്ടോ, അവരുടെ രാഷ്ട്ര നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളാണ് എന്തൊക്കെയാണ്? തുടക്കം മുതൽ നോക്കിക്കോളൂ. ഖ്വാജ അസീം പറഞ്ഞ എന്താ? അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകും, നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഒരു ഓൾ
ഔട്ട് വാറിലേക്ക് പോകുമെന്ന് പറയുന്ന ആരാണ്? പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. തൊട്ട് പിന്നാലെ ഫോറിൻ മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ടിറ്റ് ഫോർ ടാറ്റ് എന്നാണ് പറഞ്ഞത്. അടിക്ക് തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ എന്താ പറഞ്ഞിരിക്കുന്നത്? വേണ്ടി വന്നാൽ ഞങ്ങൾ അണ്വായുധം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലേ, ന്യൂക്ലിയർ ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പറയുന്നത്? പാകിസ്ഥാന്റെ അംബാസിഡർ ടു റഷ്യയാണ് പറയുന്നത്. ഇതേ പ്രസ്താവനയല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ റെയിൽവേ മന്ത്രി പറഞ്ഞത്? 138 ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങൾ രാജ്യത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വലിയ പാനിക്കിലാണ് ഈ പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ. എന്താ സംശയം എന്ന് മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നത്, പാകിസ്ഥാൻ വിചാരിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും വലിയ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്, ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെയാണ് ആക്രമിക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ തയ്യാറെടുപ്പുകളാണ് കേട്ടോ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. POKയുടെ പ്രധാനമന്ത്രിയുണ്ട് ചൗധരി അൻവർ ഉൽ ഹക്ക്. ചൗധരി അൻവർ ഉൽ ഹക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, കൂടാതെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിന് ഒരു പ്രധാനമന്ത്രിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ആ POKയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 100 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു എന്ന്. എന്തിനാ? ഭക്ഷണം, അതേപോലെ തന്നെ മെഡിസിൻ, മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല, LOC ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിട്ട് ഈ സ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് സ്കൂൾ ചിൽഡ്രൻ കേട്ടോ. കുട്ടികൾക്കടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, സ്ട്രെച്ചറിൽ ആളുകളെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ഇതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ട് AFP അടക്കമുള്ള അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ്. വലിയ മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭയാശങ്കയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എസ്പെഷ്യലി. കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെയാണ് എന്നവർ കരുതുന്നു. എന്തുകൊണ്ട് മാത്രമല്ല, മദ്രസകളെല്ലാം അടച്ചുപൂട്ടുന്നു, മദ്രസകളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വലിയ വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്നും ആ വാർ ലൈക്ക് സിറ്റുവേഷനിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ തിരിച്ചടിക്കാമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാകാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത്? തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, എൻഡ് ഓഫ് ദി എർത്ത് എന്നാണല്ലോ പറഞ്ഞത്. ഭൂമിയുടെ ഏതറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിനൊരു മുൻമാതൃകയുണ്ട്. ആ മുൻമാതൃകയാണ് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിലയിരുത്തൽ. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്താണെന്നറിയാവോ? 2011 മെയ് 2 ഒരു സംഭവം ഉണ്ടായി. അത് അമേരിക്കയാണ് ആ മുൻമാതൃക ഉണ്ടാക്കിയത്. 2011 മെയ് 2 അമേരിക്ക പാകിസ്ഥാനിലെ അബാട്ടാബാദ് അറ്റാക്ക് ചെയ്തു. എന്താണ് ആ അബാട്ടാബാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ബിൻ ലാഡൻ അവിടെയാണ് അഭയം തേടിയത്. പാകിസ്ഥാനാണ് അമേരിക്കയെ അറ്റാക്ക് ചെയ്ത ബിൻ ലാഡൻ അഭയം കൊടുത്തത് പാകിസ്ഥാനാണ്. എന്താണ് അമേരിക്കയുടെ പ്രശ്നം? നമുക്കൊന്നും മറക്കാൻ കഴിയത്തില്ലല്ലോ. 2001 അമേരിക്കയിലെ ടിൻ ടവേഴ്സ് അല്ലേ, വേൾഡ് ട്രേഡ് സെന്റർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണ്യുമെന്റ് ആണ് അമേരിക്കയിലെ. 2 കെട്ടിടങ്ങളാണ്, ഉയർന്നു നിൽക്കുന്ന 2 കെട്ടിടങ്ങളിലേക്ക് 2 ഫ്ലൈറ്റുമായി വന്ന് ഇടിച്ചു നിരത്തി 3000 ആളുകളാണ് അവിടെ മരിച്ചത്. 2001 സംഭവമാണ്. 9/11 എന്നാണ് ചരിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആസൂത്രണം ചെയ്ത ആരാണ്? അഫ്ഗാൻ താലിബാനാണ്. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഒസാമ ബിൻ ലാഡനാണ്. ഒസാമ ബിൻ ലാഡനെതിരായിട്ട് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്നൊരു പരിപാടിയാണ് അമേരിക്ക ആസൂത്രണം ചെയ്തത്. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ. എന്നിട്ട് എന്താ ചെയ്തത്? 2011 മെയ് 2 അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ നിന്ന് ഒരു ട്രൂപ്പ് പുറപ്പെടുന്നു, നേരെ അബോട്ടാബാദിലെത്തുന്നു. 40 മിനിറ്റ് കൊണ്ട് ബിൻ ലാഡന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, ബിൻ ലാഡനെ കൊല്ലുന്നു. ആ മൃതശരീരവുമായി നേരെ ജലാലാബാദിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബിൻ ലാഡൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് 1340 കിലോമീറ്റർ അറേബ്യൻ കടലിലൂടെ സഞ്ചരിച്ചൊരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് എല്ലാ ഇസ്ലാമിക ആചാരപ്രകാരവും അദ്ദേഹത്തെ അങ്ങ് സംസ്കരിക്കുന്നു. 2011 ലോകം കണ്ടൊരു കാര്യമായത്. നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചുവെന്ന്. പാകിസ്ഥാൻ അങ്ങനെ ഒരു വാദമില്ലല്ലോ. അമേരിക്ക പാകിസ്ഥാനെ എതിരായിട്ട് യുദ്ധം ചെയ്തുവെന്ന്. അമേരിക്ക അങ്ങനെ ഒരു കാര്യം നടപ്പാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്ത്യ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയതായിട്ട് ക്ലെയിം ചെയ്തത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് അല്ലേ, TRF എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ്? ആരുടെ ആമാണ്? ലഷ്കർ-e തൈബയുടെ ആമാണ്. ലഷ്കർ-e തൈബയുടെ സ്ഥാപകൻ ആരാണ്? ഹഫീസ് സയ്യിദാണ്. ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിന്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു തരാം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഉടനെ തന്നെ ഇവരൊരു ക്ലെയിം വെച്ചല്ലോ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഫോഴ്സ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 2ാമത്തെ ദിവസം എന്താ റെസിസ്റ്റൻസ് ഫോഴ്സ് പറഞ്ഞത്? ഞങ്ങളല്ല നടത്തിയെന്ന് പറഞ്ഞു. എന്ന് മാത്രവുമല്ല, ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി ആരോ ഹാക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ കയറി ഹാക്ക് ചെയ്യുക, എന്നിട്ടൊരു മെയിൽ അയക്കുക. എങ്ങനെ? ഈ പറയുന്ന ഞങ്ങളാണ് ഇത് നടത്തിയെന്ന് എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്തിനാണ് പിൻവാങ്ങിയത്? തൊട്ടു പിന്നാലെ
ഖ്വാജ അസീസ് സ്കൈ ന്യൂസിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ എന്താണ്? ഡീഫങ്ക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. ലഷ്കർ എ തായിബ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. എന്താ പ്രശ്നം? ലഷ്കർ എ തായിബ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ അങ്ങനെ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഈ ലഷ്കർ എ തായിബയുടെ സ്ഥാപകനായിട്ടുള്ള ഹഫീസ് സയ്യിദിനെ അന്താരാഷ്ട്ര തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് പിടിയിലായാൽ അവരിപ്പോൾ തഹാവൂർ റാണയെ നമുക്ക് കൈമാറിയല്ലോ. ന്യൂയോർക്ക് തഹാവൂർ റാണെ ആരാണ്? തഹാവൂർ റാണയാണ് പിന്നെ ഈ പറയുന്ന മുംബൈ അറ്റാക്കിന് ആസൂത്രണം ചെയ്ത ആൾ പാകിസ്ഥാൻ ഒറിജിൻ ഉള്ള ആളാണ്, പാകിസ്ഥാൻ മേജറാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരാളെ അമേരിക്ക കൈമാറിയ ഒരു സാഹചര്യം പോലും ഉണ്ട്. അപ്പം ഈ പറയുന്ന പാകിസ്ഥാനിൽ എങ്ങോട്ടും പോകാൻ ഹഫീസ് സയ്യിദിന് കഴിയില്ല. ഹഫീസ് സയ്യിദിനെ കൃത്യമായി പാകിസ്ഥാൻ അവിടെ അഭയം നൽകിയിരിക്കുന്നു. അവിടെ ഹഫീസ് സയ്യിദിന് ഒരു പാർട്ടിയുണ്ട്, PMML എന്നാണ് ആ പാർട്ടിയുടെ പേര്. അവർ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നുണ്ട്, ചെറിയൊരു പാർട്ടിയാണ്. പക്ഷേ അപ്പോൾ പോലും അവർക്കൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, 2001 പാർലമെന്റ് അറ്റാക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്താ അറിയോ? പാകിസ്ഥാനോട് ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്തതെന്നറിയാവോ? ഹാഫിസ് സയ്യിദിനെ പിടിച്ച് ജയിലിലും കിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ പുറത്തു വിട്ടു. 2006 മുംബൈ അറ്റാക്ക് നടന്നു, ക്ഷമിക്കണം, മറ്റേ തീവണ്ടിയിൽ അറ്റാക്ക് നടന്നു. അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടു ഹഫീസ് സയ്യിദിനെ നമുക്ക് വിട്ടുകിട്ടണം, ഹഫീസ് സയ്യിദാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. അപ്പോഴും അറസ്റ്റ് ചെയ്തു, ജയിലിട്ടു, തിരിച്ചുവിട്ടു. 2008 മുംബൈ അറ്റാക്ക് നടന്നു. അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടു ഹഫീസ് സയ്യിദിനെ തരണം. ഞങ്ങളിത് ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ഫോറത്തിൽ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം നിങ്ങൾക്കറിയാവോ, ഹാഫീസ് സയ്യിദിന്റെ തലയ്ക്ക് $1 കോടി പ്രഖ്യാപിച്ചു US. അമേരിക്ക പ്രഖ്യാപിച്ചു ഇയാളൊരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കൈമാറണം. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ കൊല്ലുന്നവർക്ക് $1 കോടി അമേരിക്ക വാഗ്ദാനം ചെയ്തത് 2008 മുംബൈ അറ്റാക്കിന് ശേഷം. അത്ര വലിയ സമ്മർദ്ദമായിരുന്നു ഇന്ത്യ അമേരിക്കയ്ക്കുള്ളിൽ അന്ന് ചെലുത്തിയത്. അമേരിക്ക ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഹഫീസ് സയ്യിദിനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ പാകിസ്ഥാന്റെ ഈ പറയുന്ന ഭരണകൂടങ്ങളാണ്. അത് ഏതൊക്കെ ഭരണകൂടം മാറി വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഹഫീസ് സയ്യിദ് വളരെ വളരെ എന്താ പറയുക സുരക്ഷിതനായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പോഴും ജയിലിലാണെന്ന് ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്താണ്? ലാഹോറിൽ മൊഹല്ല ജോഹാർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ, വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ്. ആ മൊഹല്ല ജോഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫിസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 116E എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേക പാർക്ക്, ഒരു മദ്രസ, ഒരു പള്ളി, ആവശ്യത്തിന് വെഹിക്കിൾസ്, ആവശ്യത്തിന് ബോഡി ഗാർഡ്സ്, ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിയ രീതിയിൽ ഇന്ത്യ ഇങ്ങനൊരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫിസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ SSG എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഗാർഡ്സ് ആണ്. SSG കമാൻഡോസ് എന്ന് അവർ പറയാം, നമ്മുടെ SPG കമാൻഡോ പോലെ. ആ SSG ഗാർഡ്സിനെ വരെ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആംഡ് ഫോഴ്സ് ആണ് ഹഫീസ് സയ്യിദിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് പിന്നെ ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത്, നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ. ലഷ്കർ എ തായിബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ, അമേരിക്ക അബോട്ടാബാദിൽ ഒന്ന് അറ്റാക്ക് ചെയ്തത് പോലെയൊന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല, ഇന്റേണലായ ഒരു കലാപം ഉണ്ടാവും അവിടെ. ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എന്റെ വിലയിരുത്തൽ. Meet the editors.